എല്ലാ പ്രേക്ഷകർക്കും ഗൾഫ് ടുഡേയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീനിധി പ്രദീപ്. വാർത്തകൾ നോക്കാം വിശദമായി. അബുദാബിയിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന റഷ്യ യുക്രൈൻ ചർച്ച സമാപിച്ചു. ക്രിയാത്മകമായ ചർച്ചയാണ് നടന്നതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി എക്സിൽ കുറിച്ചു. തുടർ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് റഷ്യയും വ്യക്തമാക്കി. അമേരിക്ക, റഷ്യ, യുക്രൈൻ എന്നീ രാജ്യങ്ങളിലെ ഉന്നതതല പ്രതിനിധികളാണ് അബുദാബിയിൽ 2 ദിവസം നീണ്ടുനിന്ന ചർച്ചയിൽ പങ്കെടുത്തത്. യുദ്ധം അവസാനിപ്പിക്കാൻ നിർണായകമാകുന്ന പല വിഷയങ്ങളും ചർച്ചയായി. ക്രിയാത്മകമായ ചർച്ചകളാണ് നടന്നതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി എക്സിൽ കുറിച്ചു. അമേരിക്കയുടെ ഇടപെടലിലും പിന്തുണയിലും വിശ്വാസമുണ്ട്. പ്രതിനിധി സംഘം മടങ്ങിയെത്തിയ ശേഷം ചർച്ച നടത്തി കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും സെലൻസ്കി വ്യക്തമാക്കി. ഡോൺബാസിൽ നിന്ന് യുക്രൈൻ സൈന്യം പിന്മാറണമെന്നും അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നുമാണ് റഷ്യൻ നിലപാട്. ഡോൺബാസ് അടക്കം യുക്രൈനിൽ തങ്ങൾ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വിട്ടുനൽകില്ലെന്നും റഷ്യ ആവർത്തിക്കുന്നു. അടുത്തയാഴ്ച തുടർ ചർച്ചകൾ ഉണ്ടാകും എന്ന സൂചനയാണ് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ നൽകുന്നത്. അബുദാബിയിൽ തന്നെയാകും ചർച്ച നടക്കുക. ചർച്ച ഗുണകരമാണെന്ന് UAEയും വ്യക്തമാക്കുന്നു. ചർച്ചയ്ക്ക് വേദിയൊരുക്കി നൽകുക മാത്രമല്ല, സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള എന്തു നടപടിയിലും പൂർണ്ണമായും സഹകരിക്കുമെന്നും UAE വ്യക്തമാക്കി. ചർച്ചകൾ നടക്കുന്നതിനിടയിലും റഷ്യ ആക്രമണം നടത്തിയതായി യുക്രൈൻ കുറ്റപ്പെടുത്തി. കീവ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇന്നലെ രാത്രി റഷ്യ ആക്രമണം നടത്തി. യുക്രൈൻ ഊർജ്ജ നിലയങ്ങളും തകർത്തു. 24 ദുബായ്. ഇന്ത്യക്ക് മേൽ ചുമത്തിയ 25% പിഴത്തീരുവ അമേരിക്ക പിൻവലിച്ചേക്കാനിടയുണ്ടെന്ന് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നത് കുറച്ചതിനാലാണ് പിഴത്തീരുവ ഇല്ലാതാക്കാൻ ആലോചിക്കുന്നതെന്ന് ബെസന്റ് വ്യക്തമാക്കി. അമേരിക്കൻ മാധ്യമമായ പൊളിറ്റിക്കോയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ബെസന്റിന്റെ പരാമർശം. ഇന്ത്യക്ക് മേൽ നിലവിൽ പിഴത്തീരുവ അടക്കം 50% ഇറക്കുമതി തീരുവയാണ് അമേരിക്ക ചുമത്തിയിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിടാനിരിക്കെയാണ് ബെസന്റിന്റെ പ്രസ്താവന. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര ചർച്ചകൾ സംബന്ധിച്ച നിർണായക പ്രഖ്യാപനം ചൊവ്വാഴ്ചയുണ്ടാകും. ഇന്ത്യൻ തുണിത്തരങ്ങൾ, ആഭരണങ്ങൾ, കാറുകൾ എന്നിവയുടെ ഇറക്കുമതി ചുങ്കം യൂറോപ്യൻ യൂണിയൻ കുറച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. സ്വതന്ത്ര വ്യാപാര ചർച്ചകൾക്കായി യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ഇന്ത്യയിലെത്തി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഇരട്ടച്ചുങ്കം ഇന്ത്യക്ക് തിരിച്ചടിയായ സാഹചര്യത്തിലാണ് യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാറിന് തയ്യാറെടുക്കുന്നത്. ദാവോസിൽ നടന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിൽ കരാർ സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്ൻ പറഞ്ഞിരുന്നു. ഇന്ത്യൻ ഇലക്ട്രോണിക്സ്, തുണിത്തരങ്ങൾ, രാസവസ്തുക്കൾ, ആഭരണങ്ങൾ, കാറുകൾ എന്നിവയുടെ സ്വതന്ത്ര വ്യാപാരത്തിന് സഹായമാകുന്നതാകും കരാർ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം സ്റ്റീൽ, അലൂമിനിയം, സിമന്റ് എന്നിവ ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ ഇറക്കുമതിയിൽ യൂറോപ്യൻ യൂണിയൻ പുതുതായി അവതരിപ്പിച്ച അധിക കാർബൺ നികുതി സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾ വേണ്ടിവരുമെന്നാണ് സൂചന. ജനുവരി 25 മുതൽ 28 വരെയാണ് യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്ൻ എന്നിവർ ഇന്ത്യയിലുള്ളത്. സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാകും നിർണായക പ്രഖ്യാപനം ഉണ്ടാകുക. 26 ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിലും യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ മുഖ്യാതിഥികളാകും. 24 ഡൽഹി. ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക്. കോഴിക്കോട് യുവതിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൊയിലാണ്ടി സ്വദേശി ഹർഷിദിന്റെ ഭാര്യ ആഷിതയാണ് മരിച്ചത്. വിദേശത്തായിരുന്ന ഹർഷിദ് 2 ആഴ്ച മുമ്പാണ് നാട്ടിലെത്തിയത്. വിവരങ്ങളുമായി സമീർ സി മുഹമ്മദ് കൂടി ചേരുന്നുണ്ട്. സമീർ, എപ്പോഴായിരുന്നു സംഭവം? എന്തൊക്കെയാണ് വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? കൊയിലാണ്ടി സ്വദേശി ഹർഷിദിന്റെ ഭാര്യ ആഷിതയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവം. ബെഡ്റൂമിൽ ഈ ബെഡ്റൂമിനകത്ത് ജനാലയിൽ ഷോൾ ഉപയോഗിച്ചുകൊണ്ട് തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിദേശത്തായിരുന്നു ഹർഷിദ്. 2 ആഴ്ച മുമ്പാണ് ഇദ്ദേഹം നാട്ടിലെത്തിയത്. കുടുംബ വഴക്കാനെ തുടർന്നാണ് ഇത്തരം ഒരു ആത്മഹത്യ എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ പോസ്റ്റ്മോർട്ടം ഉണ്ടാകും. തുടർന്നായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള തുടർ നടപടികൾ ഉണ്ടാവുക. ഈ ദമ്പതികൾക്ക് 2 മക്കളാണ് ഉള്ളത്. അതുപോലെ തന്നെ മന്തങ്കാവ് സ്വദേശിയായിട്ടുള്ള അസീസിന്റെ മകളാണ്. 2021 ഇവരുടെ വിവാഹം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഭർത്തൃ വീട്ടിൽ നിന്നുണ്ടായിട്ടുള്ള മാനസിക പീഡനമാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് അസീസിന്റെ കുടുംബം പ്രതികരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൊയിലാണ്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നാളെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക. ശ്രീ സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്. ഇറാനെതിരെ വൻ സൈനിക നീക്കം തുടങ്ങിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്.
അറബിക്കടൽ വഴിയോ ഗൾഫ് മേഖല വഴിയോ തിരിച്ചടി ഉണ്ടാകുമെന്ന് റിപ്പോർട്ട്. അമേരിക്ക ആക്രമിച്ചാൽ സമഗ്ര യുദ്ധമായി കണക്കാക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ നീക്കങ്ങൾ അമേരിക്കയുടെ നിരീക്ഷണത്തിലാണ്. പ്രക്ഷോഭകർക്കെതിരെ കടുത്ത നടപടിയുണ്ടായാൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. പ്രതിഷേധക്കാരെ തൂക്കിലേറ്റുന്നതുൾപ്പെടെ പ്രകോപനപരമായ നടപടികൾ ഉണ്ടായാൽ തിരിച്ചടിയുണ്ടാകും. Ships going that direction just in case. We have a big flotilla going in that direction, and we'll see what happens. We have a big force going toward Iran. I'd rather not see anything happen, but we're watching them very closely. Fleet heading in that direction, and maybe we won't have to use it. We'll see. ഖത്തറിലെ അൽ ഉദൈദ് സൈനിക താവളം കേന്ദ്രീകരിച്ച് അമേരിക്ക മുന്നൊരുക്കം തുടങ്ങിയത് വലിയൊരു സൈനിക നീക്കത്തിന്റെ സൂചനയാണ്. എന്നാൽ സംഘർഷങ്ങൾക്ക് അയവ് വന്ന പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ നീക്കത്തെ ജാഗ്രതയോടെ വീക്ഷിക്കുകയാണ് ഇറാൻ. ആക്രമണമുണ്ടായാൽ അത് സമഗ്ര യുദ്ധമായി കണക്കാക്കും. യുദ്ധമുണ്ടായാൽ തിരിച്ചടിക്കും. അതീവ ജാഗ്രതയോടെയാണ് ഇറാൻ ഭരണകൂടത്തിന്റെ നീക്കമെന്നും നയതന്ത്ര ഉദ്യോഗസ്ഥർ അന്താരാഷ്ട്ര മാധ്യമങ്ങളെ അറിയിച്ചു. അമേരിക്കൻ നാവികസേനയുടെ വിമാനവാഹിനി കപ്പലും ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളും ഉൾപ്പെടെ സൈനിക വിഭാഗം അറബിക്കടൽ വഴി പശ്ചിമേഷ്യയിലെത്തുമെന്നാണ് സൂചന. ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ നേരിടാൻ നിയോഗിച്ചിരുന്ന F-16E സ്ട്രൈക്ക് ഈഗിൾ യുദ്ധവിമാനങ്ങൾ മേഖലയിൽ തമ്പടിച്ചിട്ടുണ്ട്. ഇസ്രയേലിലും ഖത്തറിലും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിച്ചതായും അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക് 24. അക്ഷരമുറ്റത്ത് വിസ്മയം തീർത്ത് സൗദി തലസ്ഥാനമായ റിയാദിലെ ഒരു പറ്റം കൊച്ചു പ്രതിഭകൾ ഗിന്നസ് ലോക റെക്കോർഡ് സ്വന്തമാക്കി. ഒരേ സമയം 500-ലധികം പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തുകൊണ്ടാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. ഇന്ത്യൻ മാനേജ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന റിയാദിലെ അലിഫ് ഇന്റർനാഷണൽ സ്കൂളുകളാണ് ഈ പദ്ധതിക്ക് വേദിയൊരുക്കിയത്. റിയാദിൽ നിന്നും ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 500 പുസ്തകങ്ങൾ ഒരു ദിവസം ഒരു സമയം റിലീസ് ചെയ്ത് ഗിന്നസ് റെക്കോർഡ് നേടിയിരിക്കുകയാണ് നമ്മുടെ റിയാദിലുള്ള ഇന്ത്യൻ സമൂഹം. ഇതാണ് ഗിന്നസ് റെക്കോർഡ്. ഇപ്പോൾ അല്പസമയം മുമ്പ് അവർക്ക് ഗിന്നസ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് അവർ കരസ്ഥമാക്കി. റിയാദിലുള്ള അലിഫ് ഇൻ്റർനാഷണൽ സ്കൂളിലാണ് കുട്ടികൾ എഴുതിയ പുസ്തകങ്ങളാണ് ഈ കാണുന്നത്. ഈ പുസ്തകങ്ങളെല്ലാം ഒരുമിച്ച് ഒരു സമയം റിലീസ് ചെയ്തു. ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുണ്ട്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വർഷത്തെ ഞങ്ങളെ ടീച്ചേഴ്സിൻ്റെയും കുട്ടികളുടെയും പാരൻസിൻ്റെയും ഒക്കെ ഒരു പ്രയത്നം കൊണ്ടാണ് ഇങ്ങനെ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞതിൽ. പ്രത്യേകിച്ചും കുട്ടികളെ ഈ യുവ എഴുത്തുകാരെ സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അതിൽ ഇന്ന് 506 പുസ്തകങ്ങളാണ് ഇന്ന് ഞങ്ങൾ ഒന്നാം ഘട്ടം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് നമുക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടി. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളെ കുട്ടികളെ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളെ രക്ഷിതാക്കളെയും അതുപോലെ തന്നെ ടീച്ചേഴ്സിനെയും എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് ഒരു ബുക്ക് എഴുതുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ഇത് നടന്നത്. ഇതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ ടീച്ചേഴ്സിനും മാനേജ്മെന്റിനും ഒരുപാട് നന്ദി അറിയിക്കും. പുതിയ കാലത്തെ കുട്ടികൾ പുസ്തകങ്ങളുടെ മാന്ത്രിക ലോകത്തേക്ക് തിരിച്ചു വരാൻ സ്കൂളിൽ റീഡ് ആൻഡ് റിജോയ്സ് എന്ന് പറയുന്ന ഒരു പരിപാടി സ്ഥിരമായി നടത്തുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും ഒരു ദിവസം നല്ല സമയം സ്കൂളിലെ മുഴുവൻ കുട്ടികളും കഥപുസ്തകങ്ങൾ വായിക്കുന്ന ഒരു പ്രത്യേക സംവിധാനം. സ്വന്തം പേര് അച്ചടിച്ച ഒരു പുസ്തകം അത് പ്രകാശനം ചെയ്തതിനുള്ള ആ സന്തോഷം, അതോടൊപ്പം തന്നെ ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ ഭാഗമാകാൻ സാധിച്ചിട്ടുള്ള സന്തോഷമാണ് ഈ കുട്ടികളുടെ പുഞ്ചിരിയിലൊക്കെ നമ്മൾ കാണുന്നത്. റിയാദിൽ നിന്നും ജലീൽ കണ്ണമംഗലം 24. ബഹ്റൈൻ ശരത്കാല മേള 2026 തുടക്കമായി. 24-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 600ഓളം പ്രദർശകർ പങ്കെടുക്കുന്ന മേള ബഹ്റൈൻ ടൂറിസം മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. ജനുവരി 22 മുതൽ 31 വരെ എക്സിബിഷൻ വേൾഡ് ബഹ്റൈനിലാണ് ഓട്ടം ഫെയർ 2026 നടക്കുന്നത്. ലോകമെമ്പാടുമുള്ള 24-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 600ഓളം പ്രദർശകർ ഇതിൽ പങ്കെടുക്കുന്നു. മേളയുടെ 36ാമത് എഡിഷൻ ടൂറിസം മന്ത്രി ഫാത്തിമ ബിൻ ജാഫർ അൽ സൈറാഫി കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തിരുന്നു. ബഹ്റൈൻ ആതിഥേയത്വം വഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികളിൽ ഒന്നാണ് ശരത്കാല മേളയെന്നും പ്രാദേശിക അന്തർദേശീയ പ്രദർശനങ്ങളിലും കൺവെൻഷനുകളിലും രാജ്യത്തിന്റെ ടൂറിസം മേഖലയുടെ വളർച്ചയെ ഇത് പ്രതിഫലിപ്പിക്കുന്നുവെന്നും മന്ത്രി
മന്ത്രി പറഞ്ഞു. മാലി, കെനിയ, തായ്ലൻഡ് എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ആദ്യ പങ്കാളിത്തത്തിന് പുറമെ ആയിരക്കണക്കിന് ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങൾ ബഹ്റൈൻ വിപണിയിൽ ആദ്യമായി പ്രദർശിപ്പിക്കുന്ന വൈവിധ്യമാർന്ന അന്താരാഷ്ട്ര പവലിയനുകളുടെ പങ്കാളിത്തവും ഈ വർഷത്തെ പ്രദർശനത്തിൽ ഉൾപ്പെടുന്നു. ദിവസവും രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ പ്രവേശനം അനുവദിക്കുന്ന മേളയിൽ തുണിത്തരങ്ങൾ, ഫർണിച്ചറുകൾ, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, ഫാഷൻ, പെർഫ്യൂമുകൾ, ആക്സസറീസ്, കരകൗശല വസ്തുക്കൾ എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളും ഉണ്ടാകും. കൂടാതെ വിവിധ അന്താരാഷ്ട്ര വിപണികളിൽ നിന്നുള്ള പ്രദർശനങ്ങളും മേളയുടെ ഭാഗമായി ഒരുക്കും. 24 ബഹ്റൈൻ. കോർപ്പറേറ്റ് ലോകത്തെ തിരക്കുകൾക്കിടയിലും മണ്ണിനോടും കൃഷിയോടുമുള്ള സ്നേഹം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു കർഷകനെ കുറിച്ചാണ് അടുത്ത റിപ്പോർട്ട്. മരുഭൂമിയിൽ ഒരു കാർഷിക വിപ്ലവം തീർത്തിരിക്കുകയാണ് NBTC സ്ഥാപകൻ KG എബ്രഹാം. മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ വ്യവസായി KG എബ്രഹാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ നമ്മളാരും അറിയാത്ത മറ്റൊരു ലോകം എന്ന് തന്നെ പറയാം, ഒരു വ്യാപിച്ച് കിടക്കുന്ന 30 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു കാർഷിക വിപ്ലവം തന്നെ ഈ മരുഭൂമിയിൽ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട്. സർ, ഈ ഒരു ഇത്രയും വലിയൊരു കാർഷിക വിപ്ലവം ഇവിടെ സൃഷ്ടിച്ചെടുത്തതിൻ്റെ പുറകിൽ സാറിൻ്റെ ആ ഒരു ഇച്ഛാശക്തി എന്തായിരുന്നു? ഞാൻ ജനിച്ചതൊരു കർഷക കുടുംബത്തിലാണ്. നരണം എന്ന് പറയുന്ന ചെറിയ വില്ലേജിൽ. അവിടെ മെയിൻ നെൽകൃഷിയാണ്, പിന്നെയാണ് മറ്റുള്ള വാഴ, തെങ്ങ് ഇങ്ങനത്തെ കൃഷികളാണ്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ളൊരു വീട്ടിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് ആ കൃഷിയോട് വലിയൊരു പാഷനാണ്. എന്ത് കൃഷി ചെയ്താലും അതിൻ്റെ കൂടെ അതിനെ എങ്ങനെ നമുക്ക് പരിപാലിക്കാൻ ഒക്കുമെന്ന് നമുക്കറിയാം. കാരണം നമ്മളെ ചെറുപ്പം മുതലേ ഞാൻ കൃഷിയിൽ ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ ഇവിടെ എനിക്ക് അതിന് പറ്റിയ ഒരു സാമിനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നതും കൂടുതലുണ്ട്. നിരണത്തുകാരനാണ്. ഞാൻ വിചാരിക്കുന്നതിലും കൂടുതൽ വൃത്തിയായിട്ട് ഇതിനെ ഫാമിനെ അവൻ ഡെവലപ്പ് ചെയ്തു. ഈ കൃഷി ഇത്രയും ഭംഗിയായിട്ട് ഇവിടെ ചെയ്യാൻ സാധിച്ചത് അവൻ്റെ ഒരു കഴിവാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മൾ എന്ത് ഉണ്ടാക്കിയാലും എത്ര പണം ഉണ്ടാക്കിയാലും നമ്മൾക്ക് ആവശ്യമുള്ളതെന്ന് പറയുന്ന ആഹാരമാണ്, പച്ചക്കറികളാണ്. അത് അങ്ങനെയാണ് ഞാൻ ഇതിനോട് കൂടുതൽ അട്രാക്ഷൻ എനിക്ക് തോന്നിയത്. ഈ കൃഷിയിലേക്ക് കൂടുതൽ ആകർഷണമായതും അതുകൊണ്ട്. കേരളത്തിലെ നിരണം എന്ന ഗ്രാമത്തിൽ നിന്നും വന്ന ഒരു മലയാളിയുടെ ശുദ്ധ മനസ്സാണ്, അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. ജലിൻ തൃപ്രയാറിനൊപ്പം ഗിരീഷ് ഒറ്റപ്പാലം, 24 കുവൈറ്റ്. ഇന്ത്യയുടെ ISROയും അമേരിക്കയുടെ നാസയും ഒരുമിച്ച് നിന്നാൽ കൂടുതൽ ബഹിരാകാശ ദൗത്യങ്ങൾ നടത്താൻ കഴിയുമെന്ന് ബഹിരാകാശ യാത്രിക സുനിത വില്യംസ്. ISROയ്ക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്നും സുനിത വില്യംസ് പറഞ്ഞു. കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിൽ നടന്ന പരിപാടിക്കിടെ 24 പ്രതിനിധി ദീപക് ധർമ്മടത്തിന്റെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു സുനിത വില്യംസ്. കേരളത്തിലെത്തിയ സുനിത വില്യംസ് പ്രൊഫഷണലുകൾക്കും വിദ്യാർത്ഥികൾക്കുമൊപ്പം ബഹിരാകാശ യാത്രാനുഭവങ്ങൾ പങ്കുവച്ചു. What is your advice to our ISRO? Our space team, Indian space team. Yeah. Your advice. You know, it's so interesting. For many years, we were not working together, and now we are working together. So, first of all, I think that is just incredible. That's awesome that we can, two agencies that are now looking for a common goal, launching spacecraft with sensors from both countries on it, launching Axiom 4 with Captain Shukla on board as part of that crew member. ഇന്ത്യയും അമേരിക്കയും ബഹിരാകാശ രംഗത്ത് സഹകരിച്ച് മുന്നോട്ട് പോയാൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് സുനിത വില്യംസ്. ആക്സിയം 4 ദൗത്യത്തിലും ആ പങ്കാളിത്തമുണ്ടായിരുന്നു. ഇനിയും മുന്നോട്ട് പോകണമെന്നും സുനിത വില്യംസ്. That team, and then looking forward to what the future of the Indian space program is. I think the US and India are working really nicely, collaboratively together, and I think we'll accomplish much bigger things than we either one of us individually had dreamed of that way. ഇന്ത്യൻ സ്പേസ് ടീമിന് നൽകാനുള്ള ഉപദേശം എന്തെന്ന ചോദ്യത്തിന് സ്വപ്നങ്ങൾ കാണുന്നത് അവസാനിപ്പിക്കരുത് എന്ന് മറുപടി. കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലെ പരിപാടിക്കിടെയാണ് സുനിത വില്യംസ് ബഹിരാകാശ യാത്രാനുഭവങ്ങൾ പങ്കുവച്ചത്. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസിലെ കടൽ തീരങ്ങൾ വീണ്ടും പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുന്നു. സ്രാവ് ആക്രമണങ്ങളെ തുടർന്ന് അടച്ചിട്ടിരുന്ന ബീച്ചുകൾ തുറന്നതുമായി ബന്ധപ്പെട്ട് സംഗീത ഗോപിനാഥ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
ന്യൂ സൗത്ത് വെയിൽസിലെ പ്രശസ്തമായ കടൽ തീരങ്ങൾ ഓസ്ട്രേലിയ ദിന വാരാന്ത്യത്തിന് മുന്നോടിയായി വീണ്ടും തുറക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്ന സ്രാവ് ആക്രമണങ്ങളെ തുടർന്ന് അടച്ചിട്ടിരുന്ന ഈ കടൽ തീരങ്ങൾ പൊതുജനങ്ങൾക്ക് സുരക്ഷിതമായി ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യമാണെന്ന് അധികൃതർ അറിയിച്ചു. നിരവധി സ്രാവ് ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് സിഡ്നി ഉൾപ്പെടെയുള്ള ന്യൂ സൗത്ത് വെയിൽസിലെ എല്ലാ പ്രധാന ബീച്ചുകളും അടച്ചിടാൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. ഇത് അവധിക്കാലം ആഘോഷിക്കാൻ പദ്ധതിയിട്ടിരുന്ന ആയിരക്കണക്കിന് ആളുകളെ ആശങ്കയിലാക്കിയിരുന്നു. കൂടാതെ ടൂറിസം മേഖലയ്ക്കും കനത്ത തിരിച്ചടിയായിരുന്നു. ഇപ്പോൾ സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കുകയും ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തുകയും ചെയ്തതിനു ശേഷം ബീച്ചുകൾ വീണ്ടും തുറക്കാൻ അധികൃതർ അനുമതി നൽകിയിരിക്കുകയാണ്. ഓസ്ട്രേലിയ ദിനത്തോടനുബന്ധിച്ച് ലഭിക്കുന്ന നീണ്ട വാരാന്ത്യത്തിൽ കടൽ തീരങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന സഞ്ചാരികൾക്ക് ഇത് വലിയ ആശ്വാസമാകും. കടൽ തീരങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ നിരീക്ഷണങ്ങളും ആവശ്യമെങ്കിൽ സ്രാവ് വലകൾ സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. സ്രാവ് ഭീഷണിയിൽ നിന്ന് മുക്തമായി ജനങ്ങൾ ഉല്ലാസകരമായ ഒരു അവധിക്കാലം ആസ്വദിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതരും ജനങ്ങളും. ഈ വാരാന്ത്യത്തിൽ തീരപ്രദേശങ്ങൾ സജീവമാവുകയും വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിതമായി സമയം ചെലവഴിക്കാൻ സാധിക്കുമെന്നും കരുതപ്പെടുന്നു. ഓസ്ട്രേലിയയിൽ നിന്നും 24-ന് വേണ്ടി സംഗീത ഗോപിനാഥ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണത്തിന് ഔദ്യോഗിക തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആഗോള കപ്പൽശാലയിൽ കേരളത്തിന്റെ പേര് സുവർണ ലിപികളിൽ എഴുതപ്പെട്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തുറമുഖത്തിന്റെ ശില്പി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് തുറമുഖമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര ആഴക്കടൽ തുറമുഖത്തിൽ 4 ഘട്ടമായി പൂർത്തിയാക്കാൻ ആലോചിച്ച പദ്ധതിയാണ് വേഗം കൂട്ടി ഒറ്റഘട്ടമായി 17 വർഷം മുൻപ് പൂർത്തിയാക്കാൻ ഒരുങ്ങുന്നത്. 2 മദർഷിപ്പ് ഉൾക്കൊള്ളുന്ന 800 മീറ്റർ ബർത്തിൽ നിന്ന് 5 മദർഷിപ്പ് ഉൾക്കൊള്ളുന്ന 2000 മീറ്റർ ബർത്ത്, 4 കിലോമീറ്റർ പുലിമുട്ട്, 1 വർഷം 50 ലക്ഷം TEU കണ്ടെയ്നറുകൾ ഉൾക്കൊള്ളാവുന്ന ശേഷി, റോഡ് വഴിയുള്ള ചരക്ക് നീക്കം. അതിവേഗം വിഴിഞ്ഞം മാറുകയാണ്. അന്താരാഷ്ട്ര വ്യാപാര രംഗത്തെ വിസ്മയമായി മാറിക്കഴിഞ്ഞു. കേരളം മാറുകയാണ് എന്ന സന്ദേശമാണ് ലോകത്തിന് വിഴിഞ്ഞത്തിലൂടെ നൽകാനുള്ളതെന്നും ഇനിയും ജനങ്ങളുടെ പിന്തുണ പ്രതീക്ഷിക്കുന്നെന്നും മുഖ്യമന്ത്രി. കേരളം മാറുകയാണ്, മുന്നേറുകയാണ്. ഇതാണ് ലോകത്തിൻ്റെ മുന്നിൽ നമുക്ക് നൽകാനുള്ള സന്ദേശം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നത് നമുക്കേവർക്കും അറിയാം. എല്ലാ കാര്യങ്ങൾക്കും ജനങ്ങളുടെ പിന്തുണയാണ് കരുത്തായി മാറിയത്. പദ്ധതിയുടെ ശില്പി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണെന്നും ആദ്യഘട്ടം പൂർത്തിയാക്കുന്നതിൽ കാലതാമസമുണ്ടായെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വിമർശനം. ഇത് യാഥാർത്ഥ്യമാക്കി തീർക്കാൻ മുൻകൈയെടുത്ത, ഇതിൻ്റെ ശില്പി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ ഞാൻ ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം അനുസ്മരിക്കുന്നു. നമുക്കറിയാം 2014 ആരംഭിച്ച ഈ പദ്ധതി നമുക്ക് 2019 ഉദ്ഘാടനം ചെയ്യപ്പെടേണ്ടതായിരുന്നു. പക്ഷേ പല കാരണങ്ങളാൽ ഒന്നാം ഘട്ടം 5 വർഷം വൈകി 2024 നമ്മൾ ആരംഭിച്ചത്. പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണമാണ് വിഴിഞ്ഞം തുറമുഖമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പങ്ക് ഓർമ്മിപ്പിച്ച കരുണാദാനി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപാടുകളെയും പ്രശംസിച്ചു. To acknowledge the foundational role played by the late Shri Oman Chandi ji, under whose leadership this project was awarded and given its initial momentum. This continuity of the vision has been carried forward with exceptional resolve under the leadership of the Honorable Chief Minister. റോഡ് വഴിയുള്ള ചരക്ക് നീക്കത്തിന് വേണ്ടി ഹൈവേയിലേക്കുള്ള അപ്രോച്ച് റോഡിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. 24 തിരുവനന്തപുരം. കേന്ദ്ര മോട്ടോർ വാഹന നിയമങ്ങൾ കർശനമായി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ. വർഷത്തിൽ 5 ചലാനുകൾ ലഭിച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കും. പിഴ അടയ്ക്കാൻ 45 ദിവസം സമയം നൽകും. കുടിശ്ശിക വരുത്തുന്ന വാഹനങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. RC ഉടമയ്ക്കെതിരെയായിരിക്കും എല്ലാ നിയമ നടപടികളും സ്വീകരിക്കുക. ഗതാഗത നിയമലംഘനങ്ങൾ തടയുന്നതിനും റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമായാണ് നിയമ ഭേദഗതി. ഈ വർഷം ജനുവരി 1 മുതൽ പുതിയ നിയമം പ്രാബല്യത്തിലായി. 5 തവണ വാഹന നിയമം ലംഘിക്കുന്നവരെ സ്ഥിരം കുറ്റവാളിയായി കണക്കാക്കിയാണ് ലൈസൻസ് റദ്ദാക്കുന്നത്. ഹെൽമറ്റ് ധരിക്കാതിരിക്കുക, സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുക, റെഡ് സിഗ്നൽ മറികടക്കുക തുടങ്ങിയ നിയമലംഘനങ്ങളും ഇതിലുൾപ്പെടും. ചലാൻ ലഭിച്ചാൽ അത് അടയ്ക്കുന്നതിന് ഇനി മുതൽ 45 ദിവസത്തെ സമയപരിധി മാത്രമേ ലഭിക്കൂ. ബ്ലാക്ക് ലിസ്റ്റിലുള്ള വാഹനങ്ങൾക്ക് ഉടമസ്ഥാവകാശ കൈമാറ്റം, ഫിറ്റ്നസ്, മലിനീകരണ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ സേവനങ്ങൾ തടയും. കുടിശ്ശികയുള്ള വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ട്. എല്ലാ നിയമ നടപടികളും വാഹനത്തിന്റെ RC ഉടമയ്ക്കെതിരെയായിരിക്കും. ചെലാൻ തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ അത് ഓൺലൈൻ പോർട്ടൽ വഴി ചോദ്യം ചെയ്യാവുന്നതാണ്. പരാതി നൽകിയാൽ 30 ദിവസത്തിനുള്ളിൽ അധികൃതർ തീരുമാനമെടുക്കണം. പരാതി തള്ളുകയാണെങ്കിൽ ഉത്തരവ് വന്ന് 30 ദിവസത്തിനുള്ളിൽ പിഴ അടയ്ക്കേണ്ടതുണ്ട്.
കോടതിയെ സമീപിക്കാൻ താൽപര്യമുള്ളവർ പിഴത്തുകയുടെ 50% മുൻകൂറായി കെട്ടിവെക്കണം. ന്യൂസ് ഡെസ്ക് 24. 20 കോടിയുടെ ക്രിസ്മസ് പുതുവത്സര ബമ്പർ ഭാഗ്യശാലിയെ തിരഞ്ഞു കേരളം. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലെ ന്യൂ ലക്കി സെന്ററിൽ വിറ്റ ടിക്കറ്റിനാണ് സമ്മാനം. ആരാണ് ടിക്കറ്റ് വാങ്ങിയതെന്ന് അറിയില്ലെന്നായിരുന്നു ഏജന്റ് സുധീഖിന്റെ പ്രതികരണം. ക്രിസ്മസ് പുതുവത്സര ബമ്പർ നറുക്കെടുപ്പിൽ XC138455 എന്ന ടിക്കറ്റിനാണ് ഇത്തവണ ഭാഗ്യം തുണച്ചത്. 20 കോടി ലഭിച്ച ഭാഗ്യവാനെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിനടുത്തുള്ള ന്യൂ ലക്കി സെന്ററിലാണ് ടിക്കറ്റ് വിറ്റത്. പക്ഷേ കോടികൾ തേടിയെത്തിയ ഭാഗ്യശാലിയെ ഏജന്റിനും ഓർമ്മയില്ല. ടിക്കറ്റ് ആദ്യം ഇഷ്യൂ ചെയ്ത് OPC വന്നപ്പോൾ ബസ്സിലെടുത്ത ടിക്കറ്റാണ്. ആദ്യമേ എടുത്തത് കാരണം ഇത് ആദ്യമേ വിറ്റ് പോയതല്ലേ. എപ്പോഴാണ് വിറ്റെന്ന് പറയാൻ പറ്റത്തില്ല. തട്ടേ പിന്നെയും എടുക്കുന്നതിനനുസരിച്ച് കുറേശ്ശെ ടിക്കറ്റ് തട്ടയിട്ടോണ്ടിരിക്കുക. തിരുവനന്തപുരം ഗോർഖി ഭവനിൽ നടന്ന നറുക്കെടുപ്പിൽ മറ്റു ഭാഗ്യശാലികളെയും പ്രഖ്യാപിച്ചു. ഓരോ കോടി രൂപ വീതം 20 പേർക്ക് രണ്ടാം സമ്മാനമായി ലഭിക്കും. മൂന്നാം സമ്മാനം 10 ലക്ഷം രൂപ വീതം 20 പേർക്കും, 4ാം സമ്മാനമായി 3 ലക്ഷം രൂപ വീതം 20 പേർക്കും, 5ാം സമ്മാനമായി 2 ലക്ഷം രൂപ വീതം 20 പേർക്കും ലഭിക്കും. ടിക്കറ്റ് വിൽപ്പനയിലും ഇത്തവണ വൻ വർധനവാണുണ്ടായത്. 55 ലക്ഷം ടിക്കറ്റുകൾ വിൽപ്പന നടത്തി. 24 തിരുവനന്തപുരം. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി രാജ്യ തലസ്ഥാനത്ത് വൻ സുരക്ഷയൊരുക്കി ഡൽഹി പോലീസ്. ഡൽഹിയിൽ 1000 പാർക്കിംഗ് കേന്ദ്രങ്ങൾ പ്രശ്നബാധിത മേഖലകളായി കണ്ടെത്തി. AI സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഗ്ലാസുകളും CCTV ക്യാമറകളും തലസ്ഥാനത്ത് സജ്ജമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ നവംബറിൽ ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന സ്ഫോടനത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തവണ റിപ്പബ്ലിക് ദിനത്തിൽ സുരക്ഷ ഇരട്ടിയാക്കുന്നത്. CCTV ഇല്ലാത്ത 1000 പാർക്കിംഗ് കേന്ദ്രങ്ങൾ പ്രശ്നബാധിത മേഖലകളായി കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടങ്ങളിൽ പോലീസ് പ്രത്യേക പരിശോധനയും സുരക്ഷയും ഒരുക്കും. 26 വൈകിട്ട് വരെ ഡൽഹിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിരോധനവും ഏർപ്പെടുത്തി. കർത്തവ്യപഥിലടക്കം പ്രധാന സ്ഥലങ്ങളിൽ NSGക്കാണ് സുരക്ഷാ ചുമതല. 70 കമ്പനി പാരാമിലിറ്ററി ഉദ്യോഗസ്ഥരടക്കം 30,000 സുരക്ഷാ ഉദ്യോഗസ്ഥർ റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിലുണ്ടാകും. വിവിധ സ്ഥലങ്ങളിൽ ബാരിക്കേഡുകൾ ഉപയോഗിച്ച് വാഹനങ്ങൾ തടഞ്ഞ് പരിശോധിക്കും. പരേഡ് കാണാനെത്തുന്നവരെ ബോംബ് സ്ക്വാഡ് അടക്കം 6 സ്ഥലങ്ങളിൽ പരിശോധിച്ച ശേഷമാകും കർത്തവ്യപഥിലേക്ക് കയറ്റിവിടുക. പ്രശ്നക്കാരെയും ഗുരുതര ക്രിമിനൽ സ്വഭാവമുള്ളവരെയും തൽക്ഷണം കണ്ടെത്താൻ സഹായിക്കുന്ന AI സ്മാർട്ട് ഗ്ലാസുകൾ ഉദ്യോഗസ്ഥർക്ക് നൽകിയെന്നും ഡൽഹി പോലീസ് അറിയിച്ചു. ഭീകരരുടെ ചിത്രങ്ങൾ നേരത്തെ തന്നെ റെയിൽ, മെട്രോ, ബസ് സ്റ്റേഷനുകളിലും പ്രധാന സ്ഥലങ്ങളിലും പോലീസ് പതിച്ചിട്ടുണ്ട്. റെയിൽ, മെട്രോ, ബസ് സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലും ഹോട്ടലുകളിലും കച്ചവട സ്ഥാപനങ്ങളിലും പരിശോധന തുടരുകയാണെന്നും ഡൽഹി പോലീസ് അറിയിച്ചു. 24 ഡൽഹി. ഇനി കാണാം കായിക വാർത്തകൾ. 2020 ലോകകപ്പിൽ ബഹിഷ്കരണ ഭീഷണിയുമായി പാകിസ്ഥാൻ. ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന കാര്യം പാക് സർക്കാർ തീരുമാനിക്കുമെന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷൻ മൊഹ്സിൻ നഖ്വി. ലോകകപ്പിൽ നിന്ന് ബംഗ്ലാദേശിനെ പുറത്താക്കിയ ICC തീരുമാനത്തിൽ PCBക്ക് അതൃപ്തിയെന്നാണ് സൂചന. ഇന്ത്യയിൽ കളിക്കില്ലെന്ന തീരുമാനം ബംഗ്ലാദേശ് ആവർത്തിച്ചതോടെ സ്കോട്ട്ലൻഡിനെ പകരം കളിപ്പിക്കാൻ ICC തീരുമാനിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.